ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ മൺചട്ടി ആട്ടോ എടുത്തിട്ടുള്ളത്. ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇന്ന് വരെ നമുക്കിതൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 ഉള്ളിയില്ലേ, അത് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങളില്ലേ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഇഞ്ചി ഇട്ടിട്ട് ചെയ്യുന്നില്ലേ മുട്ട റോസ്റ്റില്ല, കുറച്ചും കൂടി അല്ല, നല്ല ടേസ്റ്റ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്ന ടൈം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇഞ്ചി മാത്രം ഇട്ട് ഇതാക്കുമ്പോൾ കേട്ടോ ഇതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടാം. അങ്ങനെ ഇതാ നമ്മളെ ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 തക്കാളി ചെറിയ 2 തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിനെ ഞാനില്ലേ മുട്ട പുഴുങ്ങാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തക്കാളിയും കൂടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 3 പച്ചമുളക് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഈ ടൈപ്പ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്താൽ വെച്ചാൽ കൂടുതൽ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ ടൈം ഇട്ട് കൊടുക്കുന്നില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിട്ട് കിട്ടുകയും ചെയ്യുവേ. ഇനി ഇതിലേക്ക് ഇതാ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയില്ലേ, ഞാനിവിടെ 5 മുട്ട കേട്ടോ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാവുമ്പോൾ മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്കും കൂടി കയറും. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി മുകളിലിട്ട് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റും കൂടി ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റൊന്നും വേണ്ട ആവശ്യമില്ല, 1 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. സംഭവമില്ലേ അടിപൊളി ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. സംഭവമില്ലേ അടിപൊളി. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ മുട്ടയിലേക്കും നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവും. ഈ മസാല തന്നെ മതി നമുക്ക് ഈ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോലെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.